ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ജയ് ശ്രീറാം, ജയ് ശ്രീ ഹനുമാൻ. എല്ലാ സജ്ജനങ്ങൾക്കും ചൈത്ര നവരാത്രി ആശംസകൾ. നമുക്കിവിടെ ചൈത്ര നവരാത്രിയും ശ്രീരാമനവമിയെപ്പറ്റിയും അല്പമൊന്ന് ചിന്ത ചെയ്യാം. ചൈത്ര നവരാത്രിയുടെ 9ാമത്തെ ദിവസമാണ് ശ്രീരാമനവമിയായിട്ട് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹിന്ദുമതത്തിലെ സനാതനധർമ്മത്തിലെ ഏറ്റവും കാലപ്പഴക്കം ചെന്ന ഒരു ഉത്സവങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. രാമനവമിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ശ്രീരാമസ്വാമിയുടെ അവതാര സുദിനമാണ്. അതുപോലെ ഈ ചൈത്ര നവരാത്രിയുടെ 9ാമത്തെ ദിവസമായിട്ടാണ് ഈ രാമനവമി വരുന്നത്. ഇത് സാധാരണ ചൈത്ര വസന്ത നവരാത്രി എന്നുകൂടി അറിയപ്പെടുന്നതാണ്. നമ്മൾ സാധാരണ പ്രസിദ്ധമായിട്ടുള്ളത്, നമ്മൾ എല്ലായിടത്തും, ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേപോലെ ആഘോഷിക്കപ്പെടുന്നത് ശരത് നവരാത്രിയാണ്, അതായത് ഒക്ടോബർ മാസത്തിലൊക്കെ വരുന്നത്. ഇത് വസന്ത നവരാത്രി എന്നുകൂടി അറിയപ്പെടുന്ന ഈ ചൈത്ര നവരാത്രി സാധാരണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. അതും നമ്മുടെ സാധാരണ മറ്റേ നവരാത്രിക്ക് ഉള്ളതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഉപവാസവും പൂജയും ആരാധനയും ഒക്കെ ആയിട്ട് അവർ അത്യന്തം ഭക്തിപൂർവ്വം ഇത് ആചരിച്ചു വരുന്നു. ശരത് നവരാത്രിക്ക് നമ്മൾ എങ്ങനെയാണോ, എപ്രകാരമാണോ ആചരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ ചൈത്ര നവരാത്രിക്കും ദേവിയെ ആരാധിക്കുന്നത്. ഇനി ഈ ചൈത്ര നവരാത്രിയുടെ പ്രത്യേകതയും പ്രാധാന്യവും അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ വിധികളും എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചൈത്ര നവരാത്രി കാലത്ത് ലൗകികമായിട്ടുള്ള യാതൊരു പ്രവൃത്തികളിലും ഏർപ്പെടാതെ, അത്തരം ചിന്തയൊന്നും ചെയ്യാതെ ദേവിയെ അത്യന്തം ഭക്തിയോടുകൂടി ആരാധിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഭാരതത്തിൽ ഇത് ഈ വേനൽക്കാലത്തിൻ്റെ ആരംഭമായിട്ടും ഈ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്, വേനൽ ആരംഭിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളിൽ നിന്നും കാമനകളിൽ നിന്നും ഒക്കെ വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു സൂചകമായിട്ട് ഭക്തർ ഈ 9 ദിവസങ്ങളിൽ ദേവിയെ ഉപാസിക്കുന്നു, ഉപവാസം അനുഷ്ഠിച്ച് വ്രതം അനുഷ്ഠിക്കുന്നു. ഈ 9 ദിവസത്തെ ഉപവാസം കൊണ്ട് ഭക്തരുടെ സർവ്വ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ കാമനകളും ഒക്കെ, ആവശ്യമില്ലാത്ത തരത്തിലുള്ള കാമനകളും മറ്റും നിയന്ത്രണത്തിൽ ആക്കി അത് സ്വയമേവ തന്നെ അവരവർക്ക് സമാധാനവും ശാന്തിയും ഭക്തിയും ഒക്കെ വർദ്ധിപ്പിച്ച് അങ്ങനെ ആ ഭക്തി വിശ്വാസത്തോടു കൂടി ആരാധന ഉപവാസം അനുഷ്ഠിക്കുന്നു. ആരോഗ്യപരമായിട്ടും ഈ 9 ദിവസത്തെ ഉപവാസം കൊണ്ട് ഉപവസിക്കുന്നവരുടെ ശരീരത്തിലെ മറ്റ് ദോഷവശങ്ങളും വിഷാംശങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ദൂരീകരിക്കപ്പെടുന്നു. നല്ല രോഗപ്രതിരോധ ശേഷി കൈവരുന്നു. ദഹന വ്യവസ്ഥയും മറ്റും ശക്തിപ്പെടുന്നു. അങ്ങനെ എന്തുകൊണ്ടും അനുഗ്രഹദായകമാണ് ഈ ചൈത്ര നവരാത്രി ഉപവാസം. കൂടാതെ ഈ ചൈത്ര നവരാത്രിയുടെ കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങളുമൊക്കെ താരതമ്യേന മാറി വരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരവും സാത്വികവും വളരെ ലഘുവായ രീതിയിലുള്ള ഭക്ഷണക്രമവും ഒക്കെ ആണ് ശീലിക്കേണ്ടത്. കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ അത് നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാലായിരിക്കണം പണ്ട് കാലങ്ങളിലൊക്കെ പൂർവികരായിട്ടുള്ള ആളുകൾ ഈ ചൈത്ര നവരാത്രി കാലത്ത്
ഇങ്ങനെയൊരു ആരാധന പദ്ധതിയൊക്കെ ഉരുത്തിരിഞ്ഞു വന്നതും ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അങ്ങനെ ആ കാലഘട്ടത്തെ ഒരു ഉപവാസമായിട്ട് അനുഷ്ഠിക്കാൻ തുടങ്ങിയതും എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പുതുവത്സരത്തിൻ്റെ തുടക്കമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആരാധന സമ്പ്രദായമായിട്ടും അവർ കരുതി പോരുന്നുണ്ട്. സരസ്വതി ദേവിയൊക്കെ ഉപാസിക്കുകയും അനുഗ്രഹം നേടുകയൊക്കെ ചെയ്യുന്നു. ഈ 9 ദിവസവും നവരാത്രിക്ക് പറഞ്ഞ പോലെ തന്നെ ആദ്യം ശൈലപുത്രിയുടെ ആരാധനയിൽ തുടങ്ങി, രണ്ടാമത്തെ ദിവസം 3 അങ്ങനെ 2 3 അങ്ങനെ 9 ദിവസവും ഓരോരോ ദേവിമാരെ അറിയാമല്ലോ. കൂഷ്മാണ്ഡ, കാളരാത്രി, സിദ്ധിദാത്രി, അങ്ങനെ ദേവിയെ 9 ദിവസവും ആരാധിക്കുന്നു. 8ാമത്തെ ദിവസം ഈ ദുർഗാഷ്ടമി ദിവസമാണ്. അന്ന് ദുർഗാദേവിയെ വിശേഷിച്ച് മഹാഗൗരി പൂജയൊക്കെ നടത്തി ആരാധന നടത്തുന്നു. അവസാനത്തെ ദിവസമായ നവമി ദിവസം, ഈ ദിവസം ശ്രീരാമനവമിയും കൂടിയാണ്. അപ്പോൾ ആ ദിവസം നവമി ദിവസം നവരാത്രിയുടെ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ പാരണയോടുകൂടി ആണ് ഉപവാസം അവസാനിപ്പിച്ച് ഇതിൻ്റെ ആഘോഷങ്ങൾക്കൊക്കെ അവസാനം ആവുന്നുള്ളൂ. രാമനവമിയെ പറ്റി പറയുകയാണെങ്കിൽ അയോധ്യയിലെ രാജാവായിരുന്ന രാജാ ദശരഥന് 3 പത്നിമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനം ഉണ്ടാവാതെ വിഷമിച്ച് യാഗം നടത്തി. അങ്ങനെ യാഗാനന്തരം പ്രസാദമായി ലഭിച്ച പായസം അവർ ദശരഥൻ്റെ 3 പത്നിമാരും കൂടി കഴിക്കുകയും അതേ തുടർന്ന് അവർ ഗർഭവതികൾ ആവുകയും കൗസല്യാദേവി ശ്രീരാമസ്വാമിക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ദിവസം വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ദേവലോകത്തും ഒക്കെ ആഘോഷമുണ്ടായി. ദേവന്മാരാണെങ്കിലും ആദരസൂചകമായിട്ട് ഈ ദിവസം വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നു. ഈ രാവണവധത്തിനൊക്കെ ശേഷം തന്നെ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞും അവിടെ അയോധ്യയിലെ ജനങ്ങൾ ഈ ശ്രീരാമനവമി വളരെ ഗംഭീരമായി ഭക്തിപുരസരം ഈ ശ്രീരാമസ്വാമിയുടെ ശ്രീരാമനവമിയായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. ഈ രാമനവമിക്കുള്ള ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ദിവസം ഭക്തർ ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും വിഗ്രഹങ്ങൾ അഥവാ പ്രതിമകൾ ഒക്കെ സ്ഥാപിച്ച് ശ്രീരാമസ്വാമിയെയും ഇവരെ ആരാധിക്കുകയാണ്. അപ്പോൾ അത് വീടുകളിലോ ക്ഷേത്രങ്ങളിലോ ഭക്തരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഭജന സങ്കീർത്തനങ്ങളും നാമസങ്കീർത്തനങ്ങളും ആരതിയും ഒക്കെ ഭക്തിയോടുകൂടി ജപവും സ്തോത്രപാരായണവും നാമസങ്കീർത്തനത്താലുമൊക്കെ ഭഗവാനെ ഭക്തിയോടുകൂടി ആരാധിച്ച് ഈ ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. മാത്രമല്ല ക്ഷേത്രങ്ങളിലൊക്കെ അന്ന് ദിവസം ആചാര്യന്മാരുടെയൊക്കെ ഭക്തി പ്രഭാഷണങ്ങളും വിശേഷാൽ പൂജകളും മറ്റ് വിശേഷാൽ വഴിപാടുകളും ഒക്കെ നടത്തപ്പെടുന്നുണ്ട്. ശ്രീരാമസ്വാമിയുടെ ജന്മസ്ഥലമായിട്ടുള്ള അയോധ്യയിൽ ഈ ശ്രീരാമസ്വാമിയെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഹനുമാൻ സ്വാമിയെയൊക്കെ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിച്ച ഒരു പ്രത്യേക രഥഘോഷയാത്ര നഗരത്തിന് പ്രദർശനമായിട്ട് ഒരു പ്രൊസഷനൊക്കെ നടത്തി വരുന്നുണ്ട്. എങ്ങും രാമനാമത്തിൻ്റെ അലയൊലിയാണ്. എല്ലായിടത്തും ഹരിസ്മരണ ശ്രീരാമസ്വാമിയുടെ ഉള്ള ഭക്തി ആദരപൂർവമായ ആ നാമസങ്കീർത്തനങ്ങൾ അന്തരീക്ഷത്തിലാകെ മാറ്റൊലി കൊള്ളുന്നു. ഈ ചൈത്ര നവരാത്രിയുടെ ഉപവാസം ഈ 9 ദിവസമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് അത് ഈ രാമനവമി ദിനത്തിലാണ് ആയിട്ട് മാത്രമായിട്ടും ഉപവസിക്കുന്നവരുണ്ട്. ഇപ്പോൾ 9 ദിവസം ഉപവസിക്കാനൊന്നും കഴിയാത്തവർക്ക് രാമനവമി ദിവസവും മാത്രമായിട്ട് ഉപവസിക്കുന്നവരുണ്ട്. രാമനവമിയുടെ അർദ്ധരാത്രി മുതൽ
പിറ്റേ ദിവസം ഉച്ചവരെ ഉപവാസം അനുഷ്ഠിക്കുക. അത് അടുത്ത ദിവസത്തെ അർദ്ധരാത്രി വരെ ഉപവാസം അനുഷ്ഠിക്കുന്ന പതിവും ഉണ്ട്. ആ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ സാധാരണയായിട്ട് പഴങ്ങളോ മറ്റ് വേവിച്ച സാത്വികമായിട്ടുള്ള പച്ചക്കറി വർഗ്ഗങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ടും ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട്. പാലുൽപ്പന്നങ്ങളോ ഒക്കെ കൊണ്ട് ഉപവസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉപവസിക്കുമ്പോൾ ഉപ്പ്, വെളുത്തുള്ളി, ഉള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ചേർത്തതോ അല്ലെങ്കിൽ ആസുര സ്വഭാവമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അവയൊക്കെ വർജ്യമാണ്. മറ്റ് ദുസ്വഭാവങ്ങളോ ദുശീലങ്ങളോ ഒന്നും അന്നത്തെ ദിവസം അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ അന്നത്തെ ദിവസം അതുപോലെ തന്നെ രാമായണ പാരായണം വളരെ വിശിഷ്ടമാണ്. അതിൽ അധ്യാത്മരാമായണം, നമ്മുടെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിക്കാം. അല്ല, വാൽമീകി രാമായണം അറിയാവുന്നവർക്ക്, അതിന് സാധിക്കുന്നവർക്ക് വാൽമീകി രാമായണം വായിക്കാം. പ്രത്യേകിച്ചും ആ ഒരു ശ്രീരാമസ്വാമിയുടെ അവതാര ഭാഗം വർണ്ണിക്കുന്ന ആ ഒരു അധ്യായമെങ്കിലും കുറഞ്ഞ പക്ഷം വായിക്കുക. രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് രാമസ്മരണയോടുകൂടി അന്നത്തെ ദിവസം കഴിഞ്ഞുകൂട്ടുക. കഴിയുന്നത്ര രാമനാമം ജപിക്കുക. ഈ നാമജപത്തിൽ തന്നെ ഈ അക്ഷരലക്ഷം ജപിക്കുന്നതുകൊണ്ട് ഈ മന്ത്രത്തിൻ്റെ ജപസിദ്ധി വരുന്നുണ്ട്, ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ ഈ ഏറ്റവും എളുപ്പമുള്ള നാമജപമാണ് രാമ എന്നുള്ളത്. അതായത് ഒരു മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാമത്തിൻ്റെ അക്ഷരം എത്രയുണ്ടോ അത്രയും അക്ഷരത്തിൻ്റെ അത്രയും ലക്ഷം തവണ ആ നാമം അല്ലെങ്കിൽ മന്ത്രം ഉരുക്കഴിച്ച് അതിന് മന്ത്രസിദ്ധി കൈവരുത്തുക എന്ന് പറയും. അതിന് വിശേഷമായിട്ട് പ്രത്യേകിച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. മന്ത്രപുരസനം, പിന്നെ ഈ പുരസ്ചരണാദി ക്രിയകളൊക്കെ കൂടി ഹോമമൊക്കെ ചെയ്ത ചടങ്ങുകളും അതുപോലെ അന്നദാനവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അങ്ങനെയാണ് അത് ഈ മന്ത്രസിദ്ധിക്കൊക്കെ മന്ത്രപുരസ്ചരണമൊക്കെ ഗായത്രി പുരസ്ചരണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗായത്രിയൊക്കെ 24 അക്ഷരമുള്ളൂ. അപ്പോൾ 24 അക്ഷരം. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള നാമമാണ് രാമനാമം. മ എന്ന 2 അക്ഷരം മാത്രമേ ഉള്ളൂ. ഈ രാമനാമം വന്നത് തന്നെ രാ എന്നത് നാരായണ എന്ന നാമത്തിൻ്റെ രായും നമശിവായയിലെ മായും, അങ്ങനെ അത് രണ്ടും ചേർത്താണ് രാമൻ. അതായത് സാക്ഷാൽ രാമ എന്ന് പറഞ്ഞാൽ തന്നെ ഈ രാ എന്നുള്ളതുകൊണ്ട് രേഭമാണ്, അതായത് അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. മറ്റേത് ശാന്തമായിട്ടുള്ളതും. അങ്ങനെ ഈ രാമ എന്ന 2 അക്ഷരം നമുക്കറിയാം. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ സദാ രാമനാമം ജപിച്ചാണ് കൈലാസത്തിൽ ധ്യാനം മഗ്നായിട്ട് കഴിയുന്നത് എന്ന് പുരാണ പ്രസിദ്ധം. അപ്പോൾ രാമനാമത്തിൻ്റെ മാഹാത്മ്യം തന്നെ വർണ്ണിക്കുകയാണെങ്കിൽ എണ്ണമറ്റായിട്ടുള്ള വർണ്ണനാതീതമാണ്. അത് പറയുന്നത് പ്രകാരമാണ്. ഇപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ലങ്കയിലേക്ക് പോകാൻ നേരം, ആദ്യം സീതാന്വേഷണത്തിന് പോകാൻ നേരം ഹനുമാൻ സ്വാമിക്ക് ഒറ്റച്ചാട്ടത്തിന് തന്നെ ലങ്കയിലെത്താൻ സാധിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവതാരമായിട്ടുള്ള ആ ശ്രീരാമസ്വാമിക്ക് വാസ്തവത്തിൽ അവിടെ എന്താ പറയുക, സേതു ബന്ധനം ചെയ്ത് അവിടെ ചിറ നിർമ്മിച്ച് അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു. ഈ ഹനുമാൻ സ്വാമിക്ക് ഇത് സാധിച്ചത് ആ രാമനാമത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ സാക്ഷാൽ ശ്രീരാമകൃഷ്ണദേവൻ അരുളി ചെയ്തിട്ടുള്ളതായിട്ടുള്ള കഥകളാണ്. ഇതിൽ ഇനി ഒന്നുള്ളത്, വിഭീഷണനോട് പറഞ്ഞ് ഒരു പുഴ കടക്കാനുണ്ട്. അപ്പോൾ തോണിയൊന്നുമില്ല. അപ്പോൾ വിഭീഷണൻ ഒരു തുണ്ട് കടലാസിൽ അല്ലെങ്കിൽ ഒരു പത്രം അല്ലെങ്കിൽ ഇല എന്ന് വിചാരിക്കും. അപ്പോൾ അതിനകത്ത് രാമനാമം രാമ എന്നെഴുതി കൊടുത്തിട്ട് മടക്കി അത് കൊടുത്തു. ഇത് കൈവച്ച് ധൈര്യമായിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പുഴയിൽ താണു പോവില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം നടന്നപ്പോൾ അതിശയം, അദ്ദേഹം കാൽ വെച്ചപ്പോൾ അദ്ദേഹം താഴ്ന്നു പോകുന്നില്ല. അത് അത്ര കണ്ട് വിശ്വാസത്തോടു കൂടി ആണ് അദ്ദേഹം ആ പുഴയ്ക്ക്. പക്ഷേ അദ്ദേഹം എന്താ ചെയ്തു, നടുക്ക് എന്നപ്പോൾ എന്തായിരിക്കും ഇദ്ദേഹം എഴുതി തന്നത് എന്നുള്ള ഒരു സംശയം വന്ന് ആ എഴുതിയത് എടുത്ത് നോക്കി. അപ്പോൾ രാമ എന്ന 2 അക്ഷരം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇതാണോ ഇത്ര കാര്യം. ആ നിമിഷം തന്നെ അദ്ദേഹം പുഴയിൽ താഴ്ന്നു പോവുകയും ചെയ്തു എന്നും ഇങ്ങനെ രാമകൃഷ്ണദേവൻ്റെ വചനാമൃതത്തിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഈ രാമനാമത്തിൻ്റെ ശക്തി അപാരമാണ്. ആ രാമനാമ ജപം കഴിയുന്നത്ര അന്നത്തെ ദിവസം ജപിക്കുക. കാരണം ശ്രീരാമസ്വാമി അറിയാമല്ലോ, താരക മന്ത്രം ഈ സാക്ഷാൽ കാശി വിശ്വനാഥൻ തന്നെ താരക മന്ത്രം ഉപദേശിച്ചാണ് അവിടുത്തെ മൃതിയടയുന്ന ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ സംസാര സാഗരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു തോണിയാണ്, ഒരു നൗകയാണ് ഈ രാമനാമജപവും ശ്രീരാമസ്വാമിയുടെ ഭജനവും രാമനാമ ജപവും. അപ്പോൾ കഴിയുന്നത്ര ആവർത്തി രാമനാമം ജപിക്കുക. പിന്നെ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള മറ്റ് കൃതികളും വിഷ്ണുവിനെ സ്തുതിക്കുന്നതുകൊണ്ടും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കാം. ശിവൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. സാക്ഷാൽ ശ്രീരാമസ്വാമി തന്നെയാണ് ശ്രീപരമേശ്വരനും. അപ്പോൾ ആ ശ്രീരാമസ്വാമിയുടെ നാമസങ്കീർത്തനം, അതുപോലെ തന്നെ രാമരക്ഷാ കവചം സ്തോത്രമുണ്ട്. ശ്രീ ശങ്കരാചാര്യസ്വാമികൾ രചിച്ചിട്ടുള്ള രാമഭുജംഗ പ്രയാത സ്തോത്രമുണ്ട്. അങ്ങനെ പല ശ്രീരാമസ്വാമിയുടെ സ്തോത്രങ്ങളും അന്നേ ദിവസം ചൊല്ലാവുന്നതാണ്. സംഗീതമൊക്കെ അറിയാവുന്നവർക്കാണ്. ത്യാഗരാജസ്വാമികളുടെ എത്ര എണ്ണമറ്റ കൃതികളുണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കുറിച്ചുള്ള. അപ്പോൾ അതൊക്കെ സംഗീതാർച്ചനയായിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തു തന്നെയായാലും അന്നത്തെ ദിവസം പരിപൂർണ ഭക്തിയോടുകൂടി ശ്രീരാമസ്വാമിയുടെ സ്മരണയോടുകൂടി ശ്രീരാമേന്ദ്രസ്വാമിയെ ഭജിക്കുക. ശ്രീരാമസ്വാമിയാണ് ഏറ്റവും അഭയം നൽകുന്നവർക്ക് ആശ്രയം കൊടുക്കുന്നത് ജീവിതവ്രതമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന അവതാരമാണ്. ആ ഭാവത്തിലാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിക്കുന്നവർക്ക് യാതൊരുവിധ കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നതല്ല. മാത്രവുമല്ല, ഈ ചൈത്ര നവരാത്രി ആണെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ആ ദേവീ ഭജനവും ഈ 9 നാൾ ദേവീ ഭജനവും അത് തുടർന്ന് ശ്രീരാമസ്വാമിയെ ഭജിക്കുകയും, അപ്പോൾ എന്തുകൊണ്ടും വളരെ പുണ്യദായകമായ ദിനങ്ങളാണ്. എല്ലാവരും അത് വേണ്ട വിധം ഭക്തിയോടുകൂടി വിനിയോഗിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെയും ആ ദേവിയുടെയും ഒക്കെ അനുഗ്രഹ ആശീസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശ്രീ മഹാദേവി നമഃ. ജയ് ശ്രീറാം, ജയ് ശ്രീ ഹനുമാൻ.